നമസ്കാരം, ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം. തെങ്ങണ പുത്തൻ പറമ്പിൽ സാലമ്മ വർഗീസ് 62 വയസ്സ് നിര്യാതയായി. സംസ്കാരം മാർച്ച് 3 തിങ്കളാഴ്ച 3 മണിക്ക് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് തെങ്ങണപ്പള്ളിയിൽ. ഭർത്താവ് വർഗീസ് ചാക്കോ, മക്കൾ ഹണി വർഗീസ് ആൻഡ് ഹോസ്പിറ്റൽ ഖമീസ് മുഷറബ് അബഹ, ഗിഫ്റ്റി വർഗീസ് കിങ്സ് ഫൈസൽ ഹോസ്പിറ്റൽ റിയാദ്, ബ്ലസൻ വർഗീസ് എയർ ഇന്ത്യ ബാംഗ്ലൂർ, പരേത പാമ്പാടി പടിഞ്ഞാറെ പുതുപ്പറമ്പിൽ കുടുംബാംഗമാണ്. സഖാവ് AG ജോൺ സാർ വിട പറഞ്ഞു. സമരചരിത്രമുറങ്ങുന്ന ആലപ്പുഴ അറവുകാടിന്റെ മണ്ണിൽ 5.5 പതിറ്റാണ്ടു പുറകിൽ പാവങ്ങളുടെ പടത്തലവൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന AKGയുടെയും EMSന്റെയും നേതൃത്വത്തിൽ നടന്ന കുടികിടപ്പ് വളച്ചുകെട്ടൽ സമരപ്രഖ്യാപനത്തിൽ പങ്കെടുത്ത വാകത്താനത്തെ അപൂർവ സമര പോരാളികളിൽ ഒരാളായിരുന്നു സഖാവ് AG ജോൺ. 1969 നടന്ന ആ സമരപ്രഖ്യാപന സമ്മേളനത്തിലെ ആഹ്വാനം പുതുവത്സര പുലരിയിൽ ജന്മികളുടെ പക്കലുള്ള ഭൂമിയിൽ 10 സെന്റ് കുടികിടപ്പായി വളച്ചുകെട്ടി വിളവ് അനുഭവിക്കുക. അങ്ങനെ 10,000ങ്ങളെ ഭൂമിക്ക് അവകാശിയാക്കിയ സമരത്തിൽ പങ്കെടുത്തു. 10-1 നിന്നും 8-1 പിന്നിട്ട് 6-1 പദമാക്കുവാനും പാടത്ത് ജോലി സമയം 6 മണിക്കൂറായി നിജപ്പെടുത്തുവാനും നടന്ന സമരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആവേശം ഒട്ടും ചോരാതെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിന്റെ 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് സഖാവ് AG ജോണിന്റെ നിര്യാണം. പാടവരമ്പത്ത് പണിയാളർ നെഞ്ചകം നീങ്ങുന്ന വേദന ഏറ്റുവാങ്ങിയത് കണ്ടുവളർന്ന സഖാവ് ജോൺ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. വാകത്താനത്തെ പൊതുസമൂഹത്തിനിടയിൽ സാന്നിധ്യം കൊണ്ട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്ന അപൂർവ വ്യക്തിത്വമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഏറ്റുമാനൂർ ITAയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. KSRTC മെക്കാനിക് ചാർജുമാൻ സൂപ്പർവൈസറായി ജോലിയിൽ നിന്നും വിരമിച്ചു. KSRTC ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. CPIM വാകത്താനം ലോക്കൽ സെക്രട്ടറി, പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം, NREG ജില്ലാ കമ്മിറ്റി അംഗം, NREG പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. മൃതദേഹം 1/3/2025 ശനി വൈകുന്നേരം 3-ന് മാങ്ങാനം മന്ദിരം ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്നും തൃക്കോതമംഗലം ആറ്റുപുറത്തെ വീട്ടിൽ എത്തിക്കും. ഞായർ വൈകുന്നേരം 3-ന് ഞാലിയാകുടി CSI സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. ഭാര്യ മറിയാമ്മ, മകൻ ബിനു ജോൺ ആറ്റുപുറത്ത്, മരുമകൾ. ഒറ്റപ്പാലത്തെ സ്വകാര്യ ITAയിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടി. പോലീസ് കേസ്. സ്കൂൾ കോളേജ് തലത്തിലെ സംഘർഷം കൈവിട്ടു പോകുന്നു. കഴിഞ്ഞ ദിവസം റോഡിൽ തല്ലുകൂടുന്ന ഇവരുടെ വീഡിയോയും പുറത്തുവന്നു. എവിടെയൊക്കെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിച്ചില്ലേ ചിലപ്പോൾ പലരുടെയും ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. തമിഴ്നാട് ദിണ്ടിഗലിലെ സ്ഫോടനത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കം. സ്ഥലത്ത് NIA പരിശോധന നടത്തുന്നു. പൊൻകുന്നം സ്വദേശിയായ സാബു ജോസഫ് ആണ് മരണപ്പെട്ടത്. 59 വയസ്സായിരുന്നു.